വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹെൽത്തി ലൈഫ് വിത്ത് ഡോക്ടർ ശ്രീ. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, ക്യാബേജ് ഒരു വലിയ പ്രശ്നക്കാരനാണെന്ന്. എസ്പെഷ്യലി നിങ്ങൾക്ക് തൈറോയ്ഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അല്ലേ. തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ളവര് ക്യാബേജ് കാണരുത്, തൊടരുത്, പിന്നെ കഴിക്കേണ്ട കാര്യം പറയേണ്ടതില്ലല്ലോ. ക്യാബേജ് കഴിച്ചാൽ തൈറോയ്ഡ് ഗ്ലാൻസ് അടിച്ചു പോകുന്ന ഏതൊക്കെയോ മഹാന്മാര് പണ്ടേ പറഞ്ഞു പരത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ള പലരും അവരുടെ ഡയറ്റിൽ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ബാൻ ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് ക്യാബേജ്. എന്നാൽ ഇതിൽ സത്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇതിന്റെ റിയൽ ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു ഡിസ്ക്ലൈമർ ഉണ്ട്. ഈ വീഡിയോ കംപ്ലീറ്റ് കാണാണ്ട് സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന്റെ യഥാർത്ഥ പിക്ചർ എന്താണെന്നുള്ളത് അങ്ങോട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആൻഡ് നിങ്ങൾ ചിലപ്പോൾ തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണം കേട്ടോ. ആക്ച്വലി നമ്മുടെ ഈ ക്യാബേജ് ഉണ്ടല്ലോ, ക്രൂസിഫെറേ അല്ലെങ്കിൽ ബ്രാസിക്കേസിയ എന്ന് പറഞ്ഞ ഫാമിലിയിൽപ്പെട്ട ഒരാളാണ്. ഇതേ ഫാമിലിയിൽ നിന്ന് നമ്മുടെ അടുക്കളയിലേക്ക് എത്തുന്ന ഒരേ ഒരു വെജിറ്റബിൾ ക്യാബേജ് മാത്രമാണോ? അല്ല. ബ്രൊക്കോളി, കോളിഫ്ലവർ, റാഡിഷ് അതായത് മുള്ളങ്കി, കടുക് ഇവരൊക്കെ ഒരേ കുടുംബക്കാരാണ്. എന്നാൽ നമ്മുടെ ഒരു വിശ്വാസം എന്താണ്? ക്യാബേജ് എന്തോ വലിയ പ്രശ്നക്കാരനാണെന്നും അറ്റ് ദ സെയിം ടൈം ബ്രൊക്കോളി എന്തോ ഭയങ്കര ഹെൽത്തി ആണെന്നുമാണ്. എന്നാൽ ഈ കുടുംബത്തിൽപ്പെട്ട ആളുകളിൽ എല്ലാവരിലും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കുറെ വൈറ്റമിൻസും അതുപോലെ ഫൈബേഴ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ക്യാബേജിനെ വില്ലനാക്കി മാറ്റുന്ന ആ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, ആ സംഭവം ഈ പറഞ്ഞ എല്ലാവരിലും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മളുടെ പൊതുവെയുള്ള ഉദാഹരണം എന്താ? ക്യാബേജ് മാത്രം എന്തോ ഭയങ്കര പ്രശ്നമാണെന്നല്ലേ. എന്താണ് ആ ഫാക്ടർ എന്നല്ലേ? അതാണ് ഗോയിട്രോജൻസ്. ഈ ഗോയിട്രോജൻസ് എന്നല്ലേ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത്? പറഞ്ഞുതരാം. നമ്മളുടെ ശരീരത്തിലെ മെറ്റബോളിസം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. എന്നാൽ ഈ തൈറോയ്ഡ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ്സിന് അയഡിൻ ആവശ്യമാണ്. ഈ പറഞ്ഞ ഗോയിട്രോജൻസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മളുടെ ബ്ലഡിൽ എത്തുവാണെങ്കിൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അയഡിൻ അപ്ടേക്കിനെ ബ്ലോക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, സെക്യൂരിറ്റി ഗാർഡ്സ് ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് ബ്ലോക്ക് ചെയ്യുന്നത് പോലെ നമ്മുടെ തൈറോയിഡിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ശരിക്കുള്ള അയഡിന്റെ അപ്ടേക്കിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യുന്നവരാണ് ഈ ഗോയിട്രോജൻസ്. അങ്ങനെ ഗോയിട്രോജൻസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാണ്ട് വരും. അങ്ങനെ ഗ്രാജുവലി നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് പണിമുടക്കും. അപ്പൊ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതിന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും, ക്യാബേജ് പോലെയുള്ള ക്രൂസിഫറസ് വെജിറ്റബിൾസിന്റെ അകത്ത് ഗോയിട്രോജൻസ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് അടിച്ചു പോകാൻ കാരണമാണ്. ഇത്രയും നാൾ നമ്മൾ കേട്ടോണ്ടിരുന്നതൊക്കെ സത്യമാണെന്ന് അല്ലേ? എന്നാൽ വെയിറ്റ് ഇനിയാണ് റിയൽ ട്വിസ്റ്റ്. ഈ പറഞ്ഞ ക്യാബേജ് പോലെയുള്ള പച്ചക്കറികളൊക്കെ കഴിച്ചിട്ട് നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് അടിച്ചു പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, നിങ്ങളുടെ ശരീരത്തിൽ ഓൾറെഡി കാര്യമായ അയഡിൻ ഡെഫിഷ്യൻസി, അതായത് അയഡിന്റെ കുറവുണ്ടായിരുന്നിരിക്കണം. രണ്ടാമത്തേതാണ് റിയൽ ഫണ്ണി ഫാക്ട്. അതായത് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ക്യാബേജ് ഒക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾ കിലോ കണക്കിന് പച്ചയ്ക്ക് ചവച്ചരച്ച് കഴിക്കണം. അതായത് ക്യാബേജ് ജ്യൂസ് അടിച്ചു കുടിക്കുക, അതുപോലെ കുറച്ചധികം ക്യാബേജ് ഇങ്ങനെ പച്ചയ്ക്ക് സാലഡായിട്ട് കഴിക്കുക. ഇങ്ങനെയൊക്കെ കഴിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ തൈറോയിഡിന് പ്രശ്നം ഉണ്ടാക്കത്തക്ക അളവിലേക്ക് ഗോയിട്രോജൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുള്ളൂ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി നിങ്ങളുടെ പേര് മാറുന്നില്ലെന്നാണെങ്കിൽ ഞാൻ ഫൈനലി ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞു തരാം. ഈ പറഞ്ഞ വെജിറ്റബിൾസിലൊക്കെ ഈ ഗോയിട്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു എൻസൈം ആവശ്യമാണ്. ഈ എൻസൈം നമ്മൾ ഈ പച്ചക്കറികളെ ചൂടാക്കിയാൽ, എന്ന് വെച്ചാൽ നമ്മൾ പാകം ചെയ്യുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ചൂടാകുമ്പോൾ ഈ എൻസൈംസ് പാടെ നശിച്ചു പോകും. പിന്നെ ഈ ഗോയിട്രോജൻസ് ഒരിക്കലും ആക്റ്റീവ് ഫോമിലേക്ക് വരുന്നില്ല. അങ്ങനെ നമ്മുടെ തൈറോയിഡിന് പ്രശ്നമായി തീരുന്നില്ല. ദാറ്റ് മീൻസ് നമ്മൾ നോർമലി ക്യാബേജ് കറി വെച്ച് കഴിക്കുന്ന പോലെയോ ക്യാബേജ് തോരൻ വെച്ച് കഴിക്കുന്ന പോലെയോ ഒക്കെ കഴിച്ചാൽ സത്യത്തിൽ തൈറോയിഡിന് ഒന്നും പറ്റുന്നില്ല എന്നർത്ഥം. ഇപ്പൊ മനസ്സിലായില്ലേ റിയൽ ഫാക്ട് എന്താണെന്നുള്ളത്? ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇനി വേണമെന്നാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് മാത്രമല്ല, തൈറോയ്ഡ് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രോബ്ലംസ് എങ്ങനെ വന്നേക്കുമോ എന്ന് പേടിച്ചിട്ട് ക്യാബേജിനെ വീട്ടിൽ നിന്ന് ബാൻ ചെയ്ത കുറെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഇല്ലേ, അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. സീ യു സൂൺ.